നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സംസ്ഥാനത്ത് വ്യാപകമായി ഇന്ന് കനത്ത മഴയ്ക്കുള്ള സാധ്യതയാണ്. 11ഓളം ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ആലപ്പുഴ, കോട്ടയം അടക്കമുള്ള 5 ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഏതായാലും മഴ വരും ദിവസങ്ങളിൽ തുടരും. കഴിഞ്ഞ കുറേ ദിവസമായി മഴയ്ക്ക് ഒരു ഇടവേളയുണ്ടായിരുന്നു. മഴ വരും ദിവസങ്ങളിലും തുടരുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ്. ഇത് പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. മറ്റൊന്ന്, PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്നലെയാണ് UDF യോഗം PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കും എന്നുള്ള കാര്യങ്ങളിൽ ഒരു ഉറപ്പ് വന്നത്. അതിനുശേഷമുള്ള പ്രതികരണങ്ങൾ ഇന്നുണ്ടായേക്കാം. ഇടതുപക്ഷം ഇതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിൽ മുന്നോട്ട് വരുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. ലീഗിൻ്റെ സമ്മതം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നടപ്പിലാക്കിയേ പറ്റൂ എന്നാണ് കരാറുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അടക്കം വിശദീകരിച്ചിട്ടുള്ളത്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. കുവൈറ്റിലടക്കം നിരവധി ആക്രമണങ്ങൾ സംഭവിക്കുന്നു. കനത്ത വില നൽകേണ്ടി വരും അമേരിക്കയ്ക്ക് എന്നുള്ള മുന്നറിയിപ്പ് ഇറാന്റെ പാർലമെന്ററി കാര്യ സ്പീക്കർ നൽകുന്ന പശ്ചാത്തലമുണ്ട്. വിശദമായി തന്നെ നമുക്ക് ഈ വാർത്തകളൊക്കെ പരിശോധിക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഇന്നും നാളെയും കനത്ത മഴയ്ക്കു സാധ്യത. 11 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 5 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധിയില്ല. പരീക്ഷകൾക്കും മാറ്റമില്ല. മലയോര മേഖലകളിൽ കനത്ത ജാഗ്രത. മത്സ്യബന്ധനത്തിനും വിലക്ക്. മൂന്നാറിലേക്കുള്ള ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ. സഞ്ചാരികൾ വനത്തിൽ മണിക്കൂറുകൾ കുടുങ്ങി. മണ്ണിടിഞ്ഞത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറ ചീയപ്പാറയിൽ. ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് മണ്ണ് നീക്കി. അൻപത്തിരണ്ട് ദിവസങ്ങൾക്ക് ശേഷം 4000-ഓളം മത്സ്യബന്ധന ബോട്ടുകൾ ഇന്ന് കടലിലേക്ക്. ട്രോളിംഗ് നിരോധനം അർദ്ധരാത്രി അവസാനിക്കും. ജാഗ്രത പ്രതീക്ഷിച്ച് തീരം. ആശങ്കയായി കാലാവസ്ഥാ മുന്നറിയിപ്പ്. PM ശ്രീയുമായി മുന്നോട്ടെന്ന സർക്കാർ നിലപാട് സജീവ ചർച്ച. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. LDF ഭരണകാലത്ത് PM ശ്രീയെ എതിർത്ത ലീഗ് നിലവിലെ സാഹചര്യത്തിൽ പ്രതിരോധത്തിൽ. ലീഗ് മുസ്ലിം സംഘടനാ പ്രതികരണം കാത്ത് LDF. തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ ഇന്ന്. ജയിലിലുള്ള കൗൺസിലർ സുഗതന് അയോഗ്യത ഒഴിവാക്കണമെങ്കിൽ ഇന്ന് പങ്കെടുക്കണം. അനുമതി തേടി അവധിക്ക് അപേക്ഷ നൽകി സുഗതൻ. അപേക്ഷ അനുവദിച്ചാൽ പ്രതികരിക്കുമെന്ന് പ്രതിപക്ഷം. മധുര മീനാക്ഷി ക്ഷേത്രത്തിന്റെയും അഴകർ കോവിലിന്റെയും പേരിൽ ഉള്ള ഭൂസ്വത്ത് തട്ടിയെടുക്കാൻ നീക്കം. വ്യാജ പട്ടയമുണ്ടാക്കി 9 പേരുടെ സംഘം. തട്ടിപ്പിനുള്ള ശ്രമം. റവന്യൂ രേഖകളിൽ തിരിമറി നടത്തി. സർക്കാർ വിലക്ക് നിലനിൽക്കെ തിരുനെൽവേലിയിൽ ഭൂമി രജിസ്ട്രേഷൻ നടത്തി തട്ടിപ്പ് സംഘം. തമിഴ്നാട്ടിൽ സബ് രജിസ്ട്രാർമാർക്ക് സസ്പെൻഷൻ. പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവില്ല. സ്ഥിതി കൂടുതൽ സങ്കീർണം. അമേരിക്ക കനത്ത വില നൽകേണ്ടി വരുമെന്ന് ഇറാൻ. പ്രതികരണം ഇന്നലെ ഖേഷം ദ്വീപിൽ നടത്തിയ ആക്രമണത്തിൽ. കുവൈറ്റിലേക്ക് ആക്രമണം തുടരുന്നു. 5 മാസമായിട്ടും യുദ്ധത്തിന് പരിഹാരം കാണാൻ കഴിയാത്തതിൽ ട്രംപിന് അതൃപ്തിയെന്നും റിപ്പോർട്ട്. വിശദമായ വാർത്തകളിലേക്ക് കടന്നാൽ, സംസ്ഥാനത്ത് ഇന്നും നാളെയും കനത്ത മഴയ്ക്കു സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് 11 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ട്. കാര്യമായ മഴ പെയ്യുമെന്നാണ് പ്രവചനമുള്ളത്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം ഇന്നിപ്പോൾ അവധി പ്രഖ്യാപിച്ച ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി, വടകര താലൂക്കുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയുണ്ട്. ഈ പ്രദേശങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം അതിശക്തമായ മഴ പെയ്തിരുന്നു. ഇന്നും നാളെയും മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പുള്ളത്. ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച ഒരു സാഹചര്യം കൂടിയുണ്ട്. അംഗനവാടികൾ, മതപഠന ക്ലാസുകൾ, ട്യൂഷൻ സെന്ററുകൾ, സ്പെഷ്യൽ ക്ലാസുകൾ, പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. അതേസമയം റെസിഡൻഷ്യൽ സ്കൂളുകൾക്കും റെസിഡൻഷ്യൽ കോളേജുകൾക്കും അവധി ബാധകമല്ല. മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കുന്നില്ല എന്നും അറിയിപ്പുണ്ട്.
മഴ തുടരുന്ന ഒരു പശ്ചാത്തലമാണ് സംസ്ഥാനത്ത് ഉടനീളമുള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി മഴയ്ക്ക് ഒരിടവേള ഉണ്ടായിരുന്നു, കനത്ത ചൂടുണ്ടായിരുന്നു. മഴക്കുറവിൽ ഏതാണ്ട് 36% മഴ കുറഞ്ഞു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് വീണ്ടും മഴ അതിശക്തമാകുന്നത് എന്നതാണ് വിവരം. മറ്റൊരു വാർത്ത, കൊച്ചി ധനുഷ്കോടി നന്ദന വിവരങ്ങളുമായി ചേരുകയാണ് മഴയുമായി ബന്ധപ്പെട്ട്. നന്ദന, കനത്ത മഴയാണ് പല മേഖലകളിലും അനുഭവപ്പെടുന്നത് രാവിലെ മുതൽ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ കാലാവസ്ഥാ മുന്നറിയിപ്പോടെ തന്നെ ഈ ജില്ലകളിലൊക്കെ കാര്യങ്ങൾ അതുപോലെയാണോ മുന്നോട്ട് പോകുന്നത്? നാളെയും മഴ തുടരുമെന്നാണല്ലോ. രഞ്ജിത്ത്, സംസ്ഥാനത്ത് ഇന്ന് 11 ജില്ലകളിലാണ് അതിശക്തമായ മഴ പ്രവചിച്ച് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ബാക്കി 3 ജില്ലകളിൽ യെല്ലോ അലേർട്ടും നൽകിയിട്ടുണ്ട്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലാണ് യെല്ലോ അലേർട്ട്. അതൊഴിച്ചുള്ള ബാക്കി 11 ജില്ലകളിലും അതിശക്തമായ മഴ തുടരുമെന്ന് തന്നെയാണ് പ്രവചനം. അതുപോലെ തന്നെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഈ ഒരു ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൂടാതെ കോഴിക്കോട് ജില്ലയിലെ വടകര, താമരശ്ശേരി താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. നാളെ 9 ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ വർഷത്തെ മഴയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂൺ ജൂലൈ മാസങ്ങളിൽ പ്രതീക്ഷിച്ച ഒരളവിൽ മഴ നമുക്ക് ലഭിച്ചിട്ടില്ല. അതായത് സാധാരണ ജൂൺ ജൂലൈ മാസങ്ങളിൽ കേരളത്തിൽ ലഭിക്കാറുള്ള മഴയിൽ നിന്നും ഒരു 30% കുറവാണ് ഈ വർഷം ലഭിച്ചിരിക്കുന്നത്. സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ വളരെ ശതമാനത്തിൽ കുറവ് മഴ മാത്രമാണ് കഴിഞ്ഞ 2 മാസങ്ങളിൽ കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. ഈ കാലയളവിൽ സംസ്ഥാനത്ത് ലഭിക്കേണ്ട മഴ 1126.8 മില്ലിമീറ്ററാണ്. എന്നാൽ അതിൽ 811.8 മില്ലിമീറ്റർ മഴ മാത്രമാണ് ഈ വർഷം ലഭിച്ചിട്ടുള്ളത്. എന്നാൽ ഈ ഒരു കുറവിന് പരിഹാരമായി വരും നാളുകളിൽ സംസ്ഥാനത്ത് വ്യാപകമായി മഴ ലഭിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. അതിനാൽ ആളുകളൊക്കെ വലിയ ജാഗ്രത പാലിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ താമസിക്കുന്നവർ രാത്രികാല യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണം. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള പ്രദേശങ്ങളിൽ ദുരന്ത നിവാരണ സേനയുടെ നിർദ്ദേശങ്ങളും കർശനമായും പാലിക്കണം. പുഴകളിലും അരുവികളിലുമൊക്കെ ജലനിരപ്പ് ഉയരാനുള്ളൊരു സാധ്യതയുണ്ട്. അതിനാൽ അങ്ങനെയുള്ള ജലാശയങ്ങളിലൊക്കെ ഇറങ്ങുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ്. കടൽ പ്രക്ഷുബ്ധമാവാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇതിനിടയിലാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിഞ്ഞു വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. അവിടെ സ്ഥിരമായി സംഭവിക്കുന്ന ഒരു മേഖലയാണത്. പലപ്പോഴും ഗതാഗത തടസ്സം ഈ മേഖലയിൽ ഇത്തരം സംഭവങ്ങൾക്ക് ഉണ്ടാകാറുണ്ട്. വാടകയ്ക്ക് സമീപം ചീയപ്പാറയിലാണ് മണ്ണിടിഞ്ഞതായി വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത്. തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. മൂന്നാറിലേക്ക് വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ നിരവധി പേർ ഈ പ്രദേശത്തിന് സമീപത്തുള്ള വനമേഖല കുടുങ്ങുകയാണ് ഉണ്ടായത്. ഫയർഫോഴ്സ് സംഘവും പോലീസും വഴിയാത്രക്കാരും ചേർന്നാണ് മരങ്ങൾ മുറിച്ചു മാറ്റിയും മണ്ണ് നീക്കിയും ഗതാഗതം പുനഃസ്ഥാപിച്ചത്. ഏറെ നേരം ഗതാഗത തടസ്സമുണ്ടായ സാഹചര്യമുണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിടിഞ്ഞപ്പോൾ സ്വാഭാവികമായും മരങ്ങളും താഴേക്ക് പതിക്കും. അങ്ങനെയാണ് ആ പാതകളിൽ പൂർണ്ണമായും ഗതാഗത സ്തംഭനമുണ്ടായത്. തുടർന്ന് വലിയ പരിശ്രമം വേണ്ടി വന്നു ഈ ഗതാഗത തടസ്സം മാറ്റാൻ. മണ്ണ് മാറ്റാനും ഒപ്പം മരങ്ങൾ മുറിച്ചു മാറ്റാനും ഒക്കെ എല്ലാവരും ഒത്തുചേർന്നാണ് ഈ നടപടികൾ പൂർത്തിയാക്കിയത്. ഇപ്പോൾ ഗതാഗതം സുഗമമായി പഴയതുപോലെ തന്നെ നടക്കുന്നു എന്നാണ് വിവരം. കഴിഞ്ഞ 50 ദിവസമായി സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനമാണ്. പരമ്പരാഗത വള്ളങ്ങൾക്കാണ് കടലിൽ പോകാൻ അവകാശമുണ്ടായിരുന്നത്. മത്സ്യലഭ്യതയിലൊക്കെ കാര്യമായ വർധനവ് ഈ സമയത്തുണ്ടായി. ചാകരയൊക്കെ നമ്മൾ പലയിടത്തും കണ്ടു. ഇന്നിപ്പോൾ അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ അർദ്ധരാത്രിയോടെ കടലിലേക്ക് കുതിക്കുകയാണ്. വറുതിയുടെ ദിവസങ്ങൾക്ക് ശേഷം ട്രോളിംഗ് അവസാനിക്കുമ്പോൾ കേരളത്തിൻ്റെ തീരമേഖലയിൽ നിന്ന് ഏതാണ്ട് 4000-ഓളം ബോട്ടുകളാണ് മത്സ്യബന്ധനത്തിന് തയ്യാറെടുക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ അന്യസംസ്ഥാനങ്ങളിലൊക്കെയുള്ള മത്സ്യത്തൊഴിലാളികൾ, പ്രത്യേകിച്ച് തമിഴ്നാട് മേഖലയിൽ നിന്നാണ് കൂടുതൽ തൊഴിലാളികൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. അവരൊക്കെ വിഴിഞ്ഞം തീരത്തടക്കം എത്തിക്കഴിഞ്ഞു. ബോട്ടുകളൊക്കെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി കടലിറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധികളും കാലാവസ്ഥ ആശങ്കകളുമൊക്കെ തൊഴിലാളികളെയും ബോട്ടുടമകളെയും ഒരുപോലെ അലട്ടുന്ന പശ്ചാത്തലമുണ്ട്. എങ്കിലും ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഇന്ന് ബോട്ടുകൾ കടലിലേക്ക് പോവുക. 50 മാസം നീണ്ട ട്രോളിംഗ് നിരോധനം അവസാനിക്കുകയാണ്.
1-ാം തീയതിയോടുകൂടിയ വീണ്ടും ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്തെ കാളമുക്ക് എന്ന് പറയുന്ന ഹാർബറാണ്. ഇവിടെ നിരവധിയായ ബോട്ടുകൾ ഇവിടെ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ സർവീസുകൾ നടത്തുന്നുണ്ട്. ഉപജീവനത്തിന് വേണ്ടി നിരവധി സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ ഒന്ന് തൊഴിലന്വേഷിക്കുന്ന നിരവധിയായ ആളുകളുണ്ട്. കൂടുതലും തമിഴ്നാട്, പ്രത്യേകിച്ച് കുളച്ചൽ, കന്യാകുമാരി, ട്രിച്ചി തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന നിരവധിയായ തൊഴിലാളികൾ ഇവിടെയുണ്ട്. ഇവിടെ കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുന്നു. അതോടൊപ്പം തന്നെയാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ കൂടി ഇതിൽ പങ്കാളികളാകുന്നു. കഴിഞ്ഞ ഏതാണ്ട് ഒരു 1.5 മാസത്തോളമായ ഒരു സമയമെന്നത് ഈ തൊഴിലാളികൾ ചിലരെങ്കിലും വീട്ടിലേക്ക് പോയിരുന്നു. വീട്ടിലേക്ക് പോയിട്ട് മടങ്ങി വരികയായിരുന്നു ഈ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. അവർ പലർക്കും തന്നെ ഇത് ഒരു സംശയവും വേണ്ട. തൊഴിലാളികൾക്ക് ഇത് വറുതിയുടെ നാളുകളായിരുന്നു. കാരണം അവരുടെ ഒരു ഉപജീവന മാർഗമായ അവിടെയാണ് ഈ ട്രോളിംഗ് നിരോധനം എല്ലാം തന്നെ. അത് ഒരു മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും വരുത്തുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിനിടയിൽ ഈ സംഭവിക്കുന്നത് ചിലരെല്ലാം തന്നെ മറ്റു തൊഴിലുകൾക്ക് പോകുന്നു. മറ്റേ മത്സ്യത്തൊഴിലാളികളായിരുന്നവർ ഇത് മറ്റു ഉപജീവന മാർഗങ്ങളിലേക്ക് തിരിയാൻ കഴിയാതെ പോകുന്നവരുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങൾ സ്വാഭാവികമായി ഇവർക്കൊരു വറുതിയുടെ നാളുകളായിരുന്നു എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. 50 ദിവസം കഴിഞ്ഞ് നാട്ടിൽ നിന്നിട്ട് വന്നിരിക്കുകയാണ്. ഇന്നലാണ് വന്നത് പണിക്ക് പോകാൻ. വന്നിട്ട് പണി നോക്കുന്നുണ്ട്. പണിക്ക് പോകാനുള്ള ശ്രമത്തിലാണ്. കുറെ ആൾ പണിക്ക് പോയി, കുറെ ആൾ പണിക്ക് പോകാതെ റെസ്റ്റ് എടുത്തതാണ്. അത് 100 ആൾ ഉണ്ടെങ്കിൽ 90 ആൾ പണിക്ക് പോകും, 10 ആൾ റെസ്റ്റ് എടുക്കും. ഈ ആളുകൾ പണിക്ക് പോയ ആളാണ്. തൂത്തുകുടിയെല്ലാം പണിക്ക് പോയ ആളാണ്. നമ്മൾ പണിക്ക് പോയില്ല, അങ്ങനെ വീട്ടിൽ തന്നെ ഇരുന്നു. ഇന്നത്തെ ദിവസം കടവാങ്ങി മേടിച്ച് കളിച്ചതില്ലേ. പണിക്ക് പോയാൽ അത് വീട്ടാൻ പറ്റുള്ളൂ, കടവാങ്ങി വീട്ടാൻ പറ്റുള്ളൂ. പണി പോയിട്ട് ഈ 1.5 മാസമെങ്കിൽ 1 ലക്ഷം കട ഉണ്ടാവും. അവിടെ ഈ സമയത്താണ് നമ്മുടെ പെരുന്നാളെ വരും. പെരുന്നാളൊക്കെ ഈ സമയത്ത് കല്യാണം അവിടെ കൂടുതലുണ്ടാവും. എന്തായാലും ഈ ദിവസങ്ങളിലെല്ലാം തിരിച്ച് വീണ്ടും കടലിലേക്ക് പോകാനുള്ള, മത്സ്യബന്ധനത്തിന് പോകാനുള്ള വിപുലമായ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് ഓരോ ഇടങ്ങളിലും എല്ലാം തന്നെ നടക്കുന്നത്. വല ഒരുക്കുക, അതോടൊപ്പം അതിന്റെ കേടുപാടുകൾ പരിഹരിക്കുക, ഒപ്പം തന്നെയും ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന രീതിയിലാണ് ബോട്ടുകൾ കടലിലേക്ക് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ട രീതിയിലുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കേണ്ടതുണ്ട്. വലിയ രീതിയിലുള്ള ഒരു മത്സ്യബന്ധനത്തിന് വേണ്ടിയുള്ള വലിയ തയ്യാറെടുപ്പുകളടക്കം പൂർത്തിയാക്കണം. വലകൾ, കയറുകൾ, അതോടൊപ്പം തന്നെ ഭക്ഷ്യ സാധനങ്ങൾ ഇതെല്ലാം തന്നെ കരുതി കടലിലേക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മളിവിടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകളെല്ലാം. മറ്റ് ഇടങ്ങളിൽ നിന്നെല്ലാം തന്നെ വരുന്ന ആളുകളുണ്ട്, തൊഴിലാളികൾ. അവരെല്ലാവരും ഓരോ ദിവസങ്ങളിലായിട്ട് ഈ ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിയിരിക്കും. നിങ്ങൾ ഇവിടെയാണോ? അതെ അതെ, ഇവിടെ തന്നെ 50 ദിവസം പൂർത്തിയാവുന്നല്ലേ? പിന്നെ കഴിഞ്ഞ് എത്തുന്നു. തിരിച്ച് ജോലിയിലേക്ക് കയറുന്നതിന് ഒരു സന്തോഷമുണ്ട്. സന്തോഷമില്ല. 1.5 മാസം ഇവിടെ പണിക്കാർ ഇവിടെ ഒരു പണിയില്ലാതെ കഴിയുന്ന ഇവിടെ അങ്ങനെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് കടം മാത്രം ഇവിടെ എല്ലാവരും സംസാരിക്കുമ്പോൾ അത് തന്നെ പറയുന്നത്. വേറെ വള്ളക്കാർക്കും പണിയുമില്ല, പണിയൊക്കെ മോശമായിരുന്നു. പണി ഇത് പിടിച്ചോണ്ടിരിക്കുന്ന കുറെ മഴയില്ലല്ല, മഴയില്ല, കടലും വിളയിട്ടില്ല. ഇപ്പൊ ഈ പക്ഷേ ബോട്ടുകാരുടെ പണിയൊക്കെ കണക്കായിക്കൊള്ളുന്നതില് മഴയില്ല, കടലിളിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഇനി ഇപ്പൊ വരുമ്പോ അറിയാ ഇനി ഉണ്ടാവും എന്താക്കുന്നത് എങ്ങനെ പറയാൻ പറ്റില്ല. പണ്ടത്തെ പോലെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു പണിയാണ് ഇപ്പൊ നടക്കാനാണ്. അത്രയോടെ ഉറപ്പിച്ച് നമുക്കൊന്നും പറയാൻ പറ്റാത്ത പണിയല്ല. ഇടങ്ങളിൽ നിന്ന് തൊഴിലാളികൾക്ക് ഒരുപാടുണ്ടല്ലേ? ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ഒരുപാട് പേരുണ്ട്. ഭൂരിഭാഗം പേര് അവരാണ്. അവരെ ഉപയോഗിച്ചാണ് അതിനെന്ന് പോണത്. അവർക്കെങ്ങനെ ഈ മാസങ്ങളിലൊക്കെ അവരിവിടെ ഉണ്ടായിരുന്നു? അവര് കുറച്ചുപേരുണ്ടാവും. കുറച്ച് കഴിഞ്ഞ തുടങ്ങി എല്ലാവരും വന്നു എല്ലാവരും വന്നിട്ടുണ്ട് ഇവിടെ. അതാണ് അർദ്ധരാത്രിയോടെ അതെ തന്നെ. ഏതായാലും തികഞ്ഞ പ്രതീക്ഷകൾ തന്നെയാണ് എല്ലാവരുടെ മുഖത്തുള്ളത്. നിറഞ്ഞ ചിരിയാണ്. ഒരു നല്ലൊരു കാലം ഇത് ട്രോളിംഗ് നിരോധനത്തിന് ശേഷം വരുമ്പോൾ അങ്ങനെ ചാകരയുടെ ഒരു കാലം, ചാകരക്കാലം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷയാണ് എല്ലാവരുടെ മുഖത്തും നിറഞ്ഞു നിൽക്കുന്നത്. കേരളത്തിന്റെ വിവിധ തീരമേഖലകളിൽ നിന്നെല്ലാം തന്നെ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് പോകാനുള്ള വിപുലമായ തയ്യാറെടുപ്പുകൾ തന്നെയാണ് നടക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. വിവാദങ്ങൾക്കിടെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗം, നിർണായകമായ നഗരസഭാ കൗൺസിൽ യോഗം ഇന്ന് ചേരുകയാണ്. നമുക്കറിയാം 50 അംഗങ്ങളുമായി
സ്വതന്ത്രന്മാരുടെ പിന്തുണയോടുകൂടി BJP ഭരിക്കുന്ന ഒരു നഗരസഭ, കേരളത്തിലെ ഏക നഗരസഭയാണ് BJPയുടെ തിരുവനന്തപുരം നഗരസഭ. കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാതിരുന്നാൽ ഉണ്ടാകാവുന്ന അയോഗ്യത മറികടക്കാൻ BJP കൗൺസിലർ ആർ സുഗതൻ അഭിഭാഷകർ മുഖേന മേയർക്ക് അവധിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ആർ സുഗതൻ കാപ്പ കേസിൽ ജയിലിലാണ്. 2 തവണ ഇതിനു മുൻപ് നഗരസഭ കൗൺസിലിൽ പങ്കെടുക്കാനായിട്ടില്ല. ചട്ടമനുസരിച്ച് 3ാമത്തെ കൗൺസിലിൽ കൂടി പങ്കെടുക്കാതിരുന്നാൽ സുഗതൻ അയോഗ്യനാകും. പക്ഷേ അവധി കൗൺസിൽ അംഗീകരിച്ചാൽ ആ യോഗ്യത മാറ്റാൻ സാധിക്കുമെന്നുള്ള ഒരു പഴുതുകൂടിയുണ്ട്. അതാണ് ഇപ്പോൾ BJP ഉപയോഗിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. വാഴാട്ടുകുളം കൗൺസിൽ കൂടിയാണ് ആർ സുഗതൻ. നിയമപരമായ അടിത്തറയില്ല ഈ അവധിക്ക് അപേക്ഷയ്ക്ക് എന്നാണ് LDFന്റെ വാദം. UDFും സമാനമായ നിലപാട് പങ്കുവെക്കുന്നു. ഈ യോഗത്തിലും സുഗതൻ വിട്ടുനിന്നാൽ 3 കൗൺസിൽ യോഗങ്ങളിൽ തുടർച്ചയായി പങ്കെടുക്കാത്ത സാഹചര്യമുണ്ടാകും. ഡാൻ കുര്യൻ ചേരുകയാണ്. ഡാന്, കൗൺസിൽ ഇത് അംഗീകരിച്ചാൽ, അവധിക്ക് അപേക്ഷ അംഗീകരിച്ചാൽ സുഗതൻ്റെ അയോഗ്യത എന്നുള്ള ഭീഷണി മാറും. അതിനുള്ള സാധ്യതയല്ലേ ഇപ്പോൾ ഉള്ളത്? മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഭീഷണികൾ തൽക്കാലം സുഗതൻ്റെ കൗൺസിൽ സ്ഥാനത്തിനുണ്ടോ? ഇന്നത്തെ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കൂടി വാഴോട്ടുകുളം BJP വാർഡ് കൗൺസിലർ ആയ ആർ സുഗതൻ പങ്കെടുക്കാതിരുന്നാൽ 3 തവണ തുടർച്ചയായി പങ്കെടുക്കാതിരിക്കുന്ന ആ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സുഗതനെ സ്വാഭാവികമായി അയോഗ്യനാക്കണം എന്ന ആവശ്യമായിരിക്കും ഇതിനോട് LDFും അതോടൊപ്പം UDFും ഈ നഗരസഭയിൽ ഉന്നയിക്കുക. അവരതുമായി ബന്ധപ്പെട്ട കത്ത് നൽകുമെന്നാണ് വിവരം. അതേസമയം അഭിഭാഷകർ മുഖേന ഇങ്ങനെയൊരു പ്രതിസന്ധി മുന്നിൽ കണ്ടുകൊണ്ട് സുഗതൻ അവധി അപേക്ഷ നൽകിയിട്ടുണ്ട്. അതായത് തൻ്റെ വ്യക്തിപരമായ കാരണത്താൽ അല്ലെങ്കിൽ തനിക്ക് എത്തിച്ചേരാൻ ഉള്ള സാങ്കേതികമായ തടസ്സങ്ങൾ എന്താണെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ കത്ത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ കൃത്യമായി സുഗതന് സംരക്ഷണം ഒരുക്കുന്ന തരത്തിലൊരു നിലപാട് നഗരസഭ സ്വീകരിക്കും, BJP നേതൃത്വം സ്വീകരിക്കും. കാരണം സുഗതൻ പുറത്തായാൽ 50 എന്ന നിലയിലേക്ക് അവർ ചുരുങ്ങും. 51 പേരുടെ പിന്തുണയോടെയാണ് ഭരണം നടത്തുന്നത്. അതിൽ ഒരാൾ സ്വതന്ത്ര അംഗമാണ്. അതുകൊണ്ട് തന്നെയാണ് സുഗതൻ്റെ അയോഗ്യത വിഷയം BJPയുടെ തിരുവനന്തപുരം നഗരസഭയുടെ ഭരണം തുടരുന്നതിൽ വരെ നിർണായകമായൊരു വിഷയമായി മാറിയതും അതിനെ രാഷ്ട്രീയമായി പരമാവധി ഉപയോഗിക്കാൻ LDFും UDFും ഒക്കെ തയ്യാറായതും നമ്മൾ നേരത്തെ കണ്ടതാണ്. സമാനതകളില്ലാത്ത പ്രശ്നങ്ങളാണ് സുഗതൻ്റെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കങ്ങളിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിക്കൊണ്ടൊക്കെ അത് തള്ളുന്ന സമയത്തൊക്കെ സഭയിൽ കഴിഞ്ഞ നഗരസഭാ കൗൺസിൽ യോഗത്തിൽ അരങ്ങേറിയത്. എന്തായാലും സമാധാനപരമായി ഇന്ന് കൗൺസിൽ യോഗം നടക്കുമോ ഇല്ലയോ എന്നതാണ് ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. കാരണം ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യം 19 പേർ പുനഃസത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ശേഷിച്ച ഒരേ ഒരാൾ സുഗതനായിരുന്നു. സുഗതന് വേണ്ടി കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ജയിലിനുള്ളിൽ വെച്ച്, വിയ്യൂർ ജയിലിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയായിരുന്നു ഹൈക്കോടതി നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നഗരസഭ അധികൃതർ. അങ്ങനെയാണ് സുഗതൻ വീണ്ടും പുനഃസത്യപ്രതിജ്ഞ ചെയ്ത് വാഴോട്ടുകോണം കൗൺസിലറായി വീണ്ടും ചുമതലയേൽക്കുന്ന സാഹചര്യം ജയിലിനുള്ളിൽ വെച്ചുണ്ടായത്. അതിനുശേഷം നടക്കുന്ന ആദ്യ കൗൺസിൽ യോഗം, അതാണ് ഇന്നത്തെ കൗൺസിൽ യോഗത്തിൻ്റെ പ്രത്യേകത. എന്തായാലും സുഗതനെ അയോഗ്യനാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് LDFും UDFും. അവർ ഒരുമിച്ചൊരു പ്രമേയം കൊണ്ടുവരുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത വരാനുള്ളത്. നാടകീയമായ സംഭവങ്ങൾക്കൊക്കെ ഇന്നത്തെ കൗൺസിൽ യോഗം സാക്ഷ്യം വഹിക്കുമെന്ന് തന്നെയാണ് സൂചന. തീർച്ചയായും മറ്റൊരു സംഘർഷഭരിതമായ കൗൺസിൽ യോഗത്തിനു കൂടി സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് തിരുവനന്തപുരം നഗരസഭ എന്നതിൽ സംശയമില്ല. ഡാനൊപ്പം നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സത്യപ്രതിജ്ഞയൊക്കെ ജയിലിൽ നടക്കുന്നത്. അത് കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലും മറ്റുമായിരുന്നു. പക്ഷേ BJP സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനമാണ് തിരുവനന്തപുരം നഗരസഭ. സ്വതന്ത്ര അംഗത്തിൻ്റെ പിന്തുണയോടെയാണ് ഭരിക്കുന്നത് എങ്കിൽ പോലും ആ ഭരണം കൈവിട്ട് പോകാതിരിക്കാൻ എന്ത് തരത്തിലുള്ള നീക്കങ്ങളും അവർ നടത്തും. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ LDFും UDFും ഒന്നിക്കുക എന്നുള്ളത് അവിശ്വാസ പ്രമേയ സമയത്ത് പോലും സംഭവിക്കാത്ത കാര്യമാണ്. അപ്പോൾ ഈ പ്രമേയവുമായി ബന്ധപ്പെട്ട് വന്നാലും അയോഗ്യതയുമായി ബന്ധപ്പെട്ട് വന്നാലുമൊക്കെ അത്തരമൊരു ഒന്നിക്കലിനുള്ള സാഹചര്യമല്ലോ. അതാണല്ലോ BJPക്കുള്ള പ്രധാനപ്പെട്ട പഴുതും. സുഗതനെ പുറത്താക്കണം, അയോഗ്യനാക്കണമെന്ന ആവശ്യത്തിൽ LDF ഉറച്ചു നിൽക്കുകയാണ്. UDFും അതേ നിലപാട് തന്നെയാണ്. ഒരു ഘട്ടത്തിൽ അവർ ഒന്നിച്ച് അതിനുവേണ്ടി പ്രമേയം നൽകും. UDF അവതരിപ്പിക്കുന്ന പ്രമേയത്തെ പിന്തുണച്ചുകൊണ്ട് LDF രംഗത്തെത്തുമെന്ന് വരെയായിരുന്നു അഭ്യൂഹങ്ങൾ. അവസാന നിമിഷം വരെ ഒരു സസ്പെൻസിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതും അതുതന്നെയാണ്. അങ്ങനെ അവർ ഒന്നിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അതാകുമായിരുന്നില്ല സ്ഥിതി. പക്ഷേ അവസാന നിമിഷം അതിൻ്റെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളും അതോടൊപ്പം അതുണ്ടാക്കാനിടയുള്ള രാഷ്ട്രീയമായ പ്രചാരണങ്ങളും മുന്നിൽ കണ്ടുകൊണ്ടാണ് LDF സംസ്ഥാന
നേതൃത്വം നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു നീക്കത്തിൽ നിന്ന് LDF തൽക്കാലത്തേക്ക് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് 1/3 അംഗങ്ങളുടെ പിന്തുണ ഉറപ്പാക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ അവിശ്വാസത്തിന് നോട്ടീസ് നൽകിയാൽ. പക്ഷേ അത് അന്ന് ഉണ്ടായില്ല. അങ്ങനെയെങ്കിൽ 20 LDF അംഗങ്ങളുടെ പിന്തുണ കൂടി ലഭിച്ചിരുന്നെങ്കിൽ മാത്രമേ അന്ന് ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് തുടർ നീക്കങ്ങളിലേക്ക് കടക്കാൻ കഴിയുമായിരുന്നുള്ളൂ. എന്തായാലും ഇന്ന് അവർ എന്ത് നിലപാടായിരിക്കും LDFും UDFും ഈ വിഷയത്തിൽ സ്വീകരിക്കുക എന്നതാണ് അറിയാനുള്ളത്. ഒന്നുകിൽ അയോഗ്യതാ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് LDF സാധാരണയായി നടത്താറുള്ള LDF അംഗങ്ങളുടെ മാത്രം പ്രതിഷേധം അവിടെ തുടരും. UDF സാധാരണയായി നടത്താറുള്ള 20 UDF കൗൺസിലർമാരുടെ പ്രതിഷേധം മറുവശത്ത് തുടരും. അതിനിടയിൽ കൗൺസിൽ യോഗം ചേരാനും അവധി അപേക്ഷ പരിഗണിക്കാനും ഒക്കെ തന്നെയാണ് സാധ്യത. അങ്ങനെ പരിഗണിച്ചുകൊണ്ട് സുഗതന് അവധി നൽകാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമെടുത്താൽ ഈ അയോഗ്യതാ വിഷയം പിന്നെ ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല. അങ്ങനെ സംഭവിച്ചാൽ അതിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനുള്ള നീക്കം കൂടി UDFിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. KS ശബരിനാഥൻ ഇന്നലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചതും അത്തരത്തിൽ തന്നെയാണ്. അതായത് ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ല. സുഗതന് അനുകൂലമായൊരു തീരുമാനമാണ് കൗൺസിൽ യോഗത്തിൽ മേയർ സ്വീകരിക്കുന്നതെങ്കിൽ അത് ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് തങ്ങളുടെ തീരുമാനമെന്ന നിലയിലേക്കാണ് പ്രതിപക്ഷ കക്ഷികളൊക്കെ എത്തിയിരിക്കുന്നത്. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോഴിക്കോട് വടകരയിൽ 3 അധ്യാപകരടക്കം 5 പേർ അറസ്റ്റിലായ ലഹരി കേസിലെ മുഖ്യ സൂത്രധാരനെ തിരിച്ചറിഞ്ഞു. സുൽത്താൻ ബത്തേരി സ്വദേശി 22-കാരനായ ഷിൻഡോ ബാബുവാണ് മാഫിയയ്ക്ക് ഈ സംഘത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അധ്യാപികമാർക്ക് അക്കൗണ്ടിലേക്ക് വന്ന പണം കൈമാറിയിരുന്നത് അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ ബാബുവിനായിരുന്നു. ജിജിൻ ഈ പണം ഷിൻഡോയുടെ അക്കൗണ്ടിലേക്ക് കൈമാറുന്നതായിരുന്നു പതിവ്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. അനീഷ്, ഈ റാക്കറ്റിന്റെ പ്രധാന കണ്ണി ആരാണ് എന്നായിരുന്നു ചോദ്യം. കാരണം അധ്യാപികമാർക്കോ ഈ ഡെലിവറി ബോയ്ക്കോ മാത്രം നിയന്ത്രിക്കാൻ പറ്റുന്നൊരു സംവിധാനമല്ല ഇത്. ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിലൂടെയൊക്കെ പലതവണയാണ് 2000-3000 രൂപയൊക്കെ വന്ന് മറിഞ്ഞിരിക്കുന്നത്. ഈ പണമൊക്കെ എങ്ങോട്ട് പോയത് അന്വേഷണത്തിലാണോ ഈ 22-കാരനായ ഷിൻഡോ ബാബുവിലേക്ക് പോലീസ് സംഘം എത്തിയത്? തീർച്ചയായും പോലീസിന്റെ അന്വേഷണം ഊർജിതമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ഇതിന്റെ ഒരു ആസൂത്രകനെ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഈ അധ്യാപികമാരുടെ അക്കൗണ്ടിൽ നിന്നും വലിയ തോതിൽ പണം ഈ ജിജിൻ കുര്യാക്കോസ് എന്ന ഡെലിവറി ബോയായ കണ്ണൂർ സ്വദേശിയായ യുവാവിന് എത്തിയതായി കണ്ടെത്തിയിരുന്നു. അവിടെ നിന്നും ആ പണം എങ്ങോട്ട് പോയി എന്ന അന്വേഷണമാണ് ഇത് ഈ ഷിൻഡോ എന്ന വയനാട് സ്വദേശിയായ 22-കാരനിലേക്ക് എത്തിയിരിക്കുന്നത്. ഇയാളാണ് ഈ കാര്യങ്ങൾ ഏകോപിപ്പിച്ചത് എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ചില സൂചനകൾ നൽകിയിരുന്നു. വയനാട് സ്വദേശിയായ ഒരാളാണ് ഇതിന്റെ ഒരു ആസൂത്രകനായി നിലനിന്നത് എന്ന്. അക്കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത്. പക്ഷേ ഇയാളെ ഇപ്പോൾ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി നടത്തുകയാണ്. ഇയാൾ കർണാടക അടക്കമുള്ള ഇടങ്ങളിലേക്ക് കടന്നു കളഞ്ഞു എന്ന ഒരു സംശയമാണ് ഇപ്പോൾ അധികൃതർക്കുള്ളത്. എന്തായാലും അയൽ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രീകരിച്ച് ഇയാൾക്ക് വേണ്ടി തെരച്ചിൽ ഊർജിതമായി നടത്തുന്നുണ്ട്. ഇയാളാവണം ഒരുപക്ഷെ അന്തർ സംസ്ഥാന ലോബികൾ, ഈ മയക്കുമരുന്ന് വിപണനവും വ്യാപാരവും ഒക്കെയായി ബന്ധപ്പെട്ട് ഇടപെട്ട് നിൽക്കുന്ന ലോബികളുണ്ട്. അത്തരം ലോബികളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിയന്ത്രിച്ചതെന്നാണ് പോലീസിന്റെ ഒരു കരുതൽ. ഒരുപക്ഷെ ഈ കോഴിക്കോട് ജില്ലയിലെ അധ്യാപകമാർ മാത്രമല്ല മറ്റിടങ്ങളിലെയും സമാനമായ പലതരത്തിലുമുള്ള ജോലിക്കാരെ ഇയാൾ സ്വാധീനിച്ചതിന്റെ അടക്കമുള്ള കാര്യങ്ങളിലേക്കും ഇനി പോലീസിന്റെ അന്വേഷണം നേരിടേണ്ടതുണ്ട്. എന്തായാലും വളരെ വിപുലമായ ഒരു ശൃംഖല തന്നെ ഇക്കാര്യത്തിൽ ഉണ്ട് എന്ന ഒരു നിഗമനമാണ് പോലീസിനുള്ളത്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അറസ്റ്റിലായ ആളുകളെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു. ഈ അധ്യാപികമാരെ അടക്കം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുകയും പിന്നീട് ഇവരെ വിശദമായി തന്നെ ഒന്ന് ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത് കേസിൽ അനിവാര്യമാണ് എന്ന് പോലീസ് പറയുന്നു. ഒപ്പം ഈ അധ്യാപികമാരൊക്കെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇതിന്റെ പിന്നിലുള്ള ശക്തികളെ കുറിച്ചുള്ള അന്വേഷണവും നടക്കും. എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ ലഹരി ഉപയോഗം എന്ന രീതിയിലേക്കായിരുന്നു അധ്യാപികമാർ എത്തിയിരുന്നത്. പിന്നീട് ഈ ലഹരി ഉപയോഗമാണ് പണത്തിന്റെ ആവശ്യത്തെ തുടർന്ന് ലഹരി ഉപയോഗിക്കുന്നുള്ള പണം കണ്ടെത്തുകയും വേണം. ഒപ്പം തങ്ങളുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്താൻ അനിവാര്യമായ ഒരു പണത്തിനെ കുറിച്ചും ഇവർ ബോധവാന്മാരാവുകയും പിന്നീട് ലഹരി കടത്തിലേക്ക് മെല്ലെ നീങ്ങുകയായിരുന്നു എന്ന ഒരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. നിലവിൽ ഈ കുട്ടികൾക്കോ മറ്റോ ഈ ലഹരി നൽകി എന്നതിനെ കുറിച്ചൊരു കൃത്യമായ ചിത്രം പോലീസ് ലഭിച്ചിട്ടില്ല. കാരണം ഈ അധ്യാപകരിൽ നിന്നോ അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ നിന്നോ അങ്ങനെ ഒരു പരാതിയോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു ലഹരി വിൽപ്പന നടത്തി എന്നത് സംബന്ധിച്ച് തെളിവോ
പോലീസിന് ലഭിച്ചിട്ടില്ല. പക്ഷേ വളരെ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടന്നു വരികയാണ്. ഇനി ഈ ഷിൻഡോയെ കസ്റ്റഡി എടുക്കുമ്പോഴാവും ഈ ഏത് ശക്തിയാണ് ഈ ലഹരിക്കടത്തിന് പിന്നിൽ. അതാണ് അനീഷ്, ഈ ഷിൻഡോ മാത്രമായിരിക്കില്ല, ഷിൻഡോ ഇതിന്റെ മറ്റൊരു തലമായിരിക്കാം. പക്ഷേ കേരളത്തിൽ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാളായിരിക്കാം, അതിന് മുകളിലുള്ള ആളുകളുണ്ടാകാം. ഈ ഷിൻഡോയെ കുറിച്ച് എവിടെയാണെന്ന് സംബന്ധിച്ച് വിവരമുണ്ടോ? ഇയാളതോ മുങ്ങിയിരിക്കുകയാണോ? ഇതിന്റെ മോൾ തലങ്ങളിലേക്കുള്ള അന്വേഷണം കൂടി വ്യാപിപ്പിക്കേണ്ടതുണ്ടല്ലോ. ഈ പണത്തിന്റെ ഈ മയക്കുമരുന്നും ഇത്തരം സംവിധാനങ്ങളൊക്കെ വരുന്ന ഒരു സോഴ്സും കാര്യങ്ങളും മറ്റും കാണും. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം വേണം. നേരത്തെ ആഭ്യന്തരമന്ത്രിയൊക്കെ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോൾ അത്തരം ആളുകളെ കൂടി കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തും, അത് അന്യ സംസ്ഥാനങ്ങളുമായി ചേർന്ന് ഉള്ള ഓപ്പറേഷനൊക്കെ നടത്തുമെന്ന് പറഞ്ഞിരുന്നു. അത്തരം അന്വേഷണങ്ങളെ കൂടി കടക്കേണ്ടതുണ്ട് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരുമ്പോൾ. തീർച്ചയായും ഈ ഷിൻഡോയ്ക്ക് പിന്നിൽ ആര് എന്നതാണ് ഈ ഒരു ശൃംഖലയുടെ വേറെടുക്കാൻ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പോലീസ് തന്നെ പറയുന്നു. കാരണം കേവലം 2.8 ഗ്രാം MDMA പിടികൂടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ അന്വേഷണമാണ് ഇത്ര വിപുലമായ ഒരു ശൃംഖലയെ കുറിച്ചുള്ള വിവരത്തിലേക്ക് പോലീസിനെ നയിച്ചത്. വടകര സ്വദേശിയായ സഫ്വാൻ എന്ന യുവാവിനെയാണ് ആദ്യം പിടികൂടിയത്. ഇയാള് കേവലം 2.8 ഗ്രാം MDMA-യുമായാണ് പിടികൂടിയത്. പിന്നീട് ഇയാളുടെ ഈ കോൺടാക്ട് വിശദാംശങ്ങളും അക്കൗണ്ട് രേഖകളും പരിശോധിച്ചപ്പോഴാണ് ഈ അധ്യാപികമാരുമായിട്ടുള്ള ഒരു ബന്ധത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്നത്. പിന്നീട് ഈ അധ്യാപികമാരുടെ ഫോണും അക്കൗണ്ടും വിശദാംശങ്ങളും പരിശോധിച്ചപ്പോഴാണ് അവർക്ക് ലഭിക്കുന്ന ആ ശമ്പളത്തിന്റെയൊക്കെ എത്രയോ മടങ്ങ് തുക ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിരുന്നു കണ്ടെത്തിയത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വലിയ ധനാഢ്യരായി മാറിയ ഇവരുടെ ജീവിതശൈലിയിൽ പ്രകടമായ മാറ്റം വരുന്നു. ആഡംബര കാറുകൾ വാങ്ങുന്ന അടക്കമുള്ള രീതിയിലേക്ക് ഇവരുടെ ജീവിതം മാറുകയും ചെയ്യുന്നു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിലാണ് പിന്നീട് ഈ കണ്ണൂർ സ്വദേശിയായ യുവാവിലേക്ക് ഡെലിവറി ബോയിലേക്ക് എത്തുന്നത്. അയാളുടെ അക്കൗണ്ടിലേക്ക് ഏതാണ്ട് 1 കോടി രൂപയുടെ ഇടപാടുകളാണ് ഈ അധ്യാപികമാർ നടത്തിയതെന്നും കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കണ്ണൂർ സ്വദേശിയുടെ ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ നിന്നും പണം എങ്ങോട്ട് പോയി എന്ന ഒരു തെരച്ചിൽ പോലീസ് നടത്തുകയും അത് ഷിൻഡോയിലേക്ക് എത്തുകയും ചെയ്തു. അതുകൊണ്ട് ഷിൻഡോയെ കസ്റ്റഡിയിൽ എടുക്കുന്നതോടുകൂടി അല്ലെങ്കിൽ ഷിൻഡോയെ പിടികൂടാൻ കഴിഞ്ഞാൽ എവിടെ നിന്നാണ് ഷിൻഡോയിൽ നിന്നും പണം ഒഴുകിയത് എന്ന ഒരു അന്വേഷണം എന്തായാലും ഉണ്ടാവും. അങ്ങനെ ഈ മയക്കുമരുന്ന് ശൃംഖലയുടെ കണ്ണികൾ എവിടൊക്കെ വരെ നീളുന്നു, ഏതൊക്കെ തരത്തിലാണ് ഇവർ ആളുകളെ വലയിൽ വീഴ്ത്തിയിരുന്നത്, ഈ കൂടുതൽ യുവതികൾ ഈ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഈ മയക്കുമരുന്ന് വിപണനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പരിശോധനകൾ നടത്തും. നേരത്തെ ഈ കാവ്യ പേരാമ്പ്രയിൽ ബൺമസ്ക പോലുള്ള സ്ഥാപനങ്ങൾ നടത്തിയത് പോലും ഇത്തരത്തിൽ ലഹരി ഇടപാടുകൾക്ക് വേണ്ടിയാണ് എന്ന ഒരു വിലയിരുത്തൽ പോലീസിനുണ്ടായിരുന്നു. നാട്ടുകാരടക്കം ഇക്കാര്യങ്ങളാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരുപാട് ആളുകളാണ്, യുവാക്കളടക്കം നിരവധി പേരാണ് ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചിരുന്നത്. ഇത്തരത്തിൽ അയച്ച യുവാക്കളെ ഓരോരുത്തരെയും കണ്ടെത്തുക എന്നത് പോലും അങ്ങേയറ്റം ദുഷ്കരമായ ഒരു ജോലിയായി മാറുമ്പോൾ വളരെ വിപുലമായ അന്വേഷണം തന്നെ ഇക്കാര്യത്തിൽ അനിവാര്യമായി മാറുന്നുണ്ട്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും വലിയ വിശദമായ വ്യാപകമായ അന്വേഷണത്തിലേക്ക് പ്രത്യേക അന്വേഷണ സംഘം കടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഓരോ ദിവസവും പുറത്തു വരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. 3 അധ്യാപികമാർ ഈ വിഷയത്തിൽ ഉൾപ്പെടുന്നു. ഒരു ഡെലിവറി ബോയ് ഇവരുമായി ബന്ധപ്പെടുന്നു. ഇവർ അടക്കം പണത്തിലെ ട്രാൻസാക്ഷൻ നടത്തുന്നു. ഇപ്പോൾ ജിൻഡോ എന്ന മറ്റൊരു കണ്ണി കൂടി, തലപ്പത്തുള്ള ഒരാൾ കൂടി, വയനാടുകാരനാണ്, ഇയാളെക്കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കുന്നത്. അങ്ങനെ കണ്ണികൾ വലുതാവുകയാണ്, അന്വേഷണവും വിപുലീകരിക്കുകയാണ്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. തിരുവനന്തപുരം മലയൻകീഴ് നിന്ന് 8 കിലോ കഞ്ചാവ് കണ്ടെത്തി. മലയൻകീഴ് അണപ്പാട് പാലത്തിന് സമീപത്ത് നിന്നാണ് കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പന നടത്തിയവരെ ഉടൻ പിടികൂടുമെന്നും അന്വേഷണം ഊർജിതമാക്കുമെന്നും കാട്ടാക്കട DYSP വ്യക്തമാക്കി. അരുൺ മോഹൻ ചേരുന്നുണ്ട്. അരുണ്, കഞ്ചാവ് കടത്ത് ഇപ്പോൾ നിരവധിയായ ക്യാച്ചിങ് ഈ ഓപ്പറേഷൻ തൂഫാനുമായി ബന്ധപ്പെട്ടൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ആരാണിത് കൊണ്ടുവന്നത് എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഗുഡ് മോർണിംഗ്. ഇന്നലെ രാത്രിയായിരുന്നു ഈ ഒരു സംഭവം അറിയുന്നത്. ഈ പറയുന്ന മലയൻകീഴ് അണപ്പാട് സമീപത്തായിരുന്നു ഈ ഒരു പറയുന്ന 8 കിലോ കഞ്ചാവ് പൊതി കണ്ടെത്തുന്നത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടായിരുന്നു ഇത് പോലീസിനെ വിവരം അറിയിക്കുന്നതും പോലീസ് ഒന്ന് പരിശോധിച്ച് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുന്നത്. ഈ പറയുന്നതനുസരിച്ച് ഈ പറയുന്ന പ്രദേശം സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായ ഒരു പ്രദേശമാണ്. നിരവധി പരാതികൾ നാട്ടുകാർ പോലീസിന് നൽകിയിരുന്നു. കാരണം രാത്രികാലങ്ങളിൽ ഇവിടെ ചില ക്രയവിക്രയങ്ങൾ നടക്കുന്നുണ്ടെന്നും സാമൂഹ്യ വിരുദ്ധർ തമ്പടിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ നാട്ടുകാർ നിരവധി തവണ നൽകുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു. അപ്പം
CCTV ഉൾപ്പെടെ നാട്ടുകാരുടെ വിരൽ വെച്ച ഒരു സ്ഥലം കൂടിയായിരുന്നു ഇവിടെ ഈ പ്രദേശത്തേക്ക്. പക്ഷേ ഈ CCTV ഉള്ള സ്ഥലത്തല്ല ഇപ്പോൾ ഇത് കണ്ടെത്തിയത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഇന്നലെ പോലീസ് വിവരം നൽകുകയായിരുന്നു ഒരു കൂടി കണ്ടെത്തിയെന്ന് നാട്ടുകാർ. ഒരു വഴിയാത്രകൻ ഈ മാർമല്ലൂർ സ്റ്റേഷനിലാണ് ആദ്യം വിവരം അറിയിക്കുന്നത്. മാർമല്ലൂർ പോലീസാണ് കാട്ടാക്കട പോലീസിന് വിവരം അറിയിക്കുകയും തുടർന്ന് മലയന്നൂർ പോലീസ് എത്തി ഈ പറയുന്ന ഇത് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തത്. ആരാണിത് കൊണ്ട് നിശ്ചയിച്ചത് അല്ലെങ്കിൽ ആരാണ് ഇവിടെ വിട്ടതെന്നുള്ള അറിയില്ല. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അനുസരിച്ച് പോലീസിനെ കണ്ടപ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇവർ ഉപേക്ഷിച്ച് കടന്നുപോയതായിരിക്കാം എന്നുള്ളതാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പറഞ്ഞ CCTV ഉൾപ്പെടെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണം പോലീസ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയും എന്നുള്ളൊരു സാഹചര്യവും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. തിരുവനന്തപുരം മലയൻകീഴിൽ നിന്നാണ് 8 കിലോ കഞ്ചാവ് ഇന്നലെ രാത്രി കണ്ടെത്തിയത്. മലയൻകീഴ് അണപ്പാട് പാലത്തിന് സമീപത്തു നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. കഞ്ചാവ് വിൽപ്പന നടത്തിയവരെ പിടികൂടാനുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തുണ്ടാവുകയാണ്. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ ഒരുപക്ഷെ പോലീസിനെയോ എക്സൈസിനെയോ കണ്ടപ്പോൾ അല്ലെങ്കിൽ അത്തരം വിവരം കിട്ടിയപ്പോൾ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞിരിക്കാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കേണ്ടത്. അങ്ങനെയെങ്കിൽ ഇതാരാണ് എന്ന കാര്യത്തെക്കുറിച്ച് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം വേണ്ടിവരും. അതിനുള്ള ഊർജിത ശ്രമത്തിലാണ് ഇപ്പോൾ ബന്ധപ്പെട്ടവർ ഉള്ളത്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ഇന്നലെയാണ് LDF തീരുമാനമെടുത്തത്. നമുക്കറിയാം, UDF തീരുമാനമെടുത്ത് LDF കഴിഞ്ഞ ഭരണകാലത്ത് ഏറ്റവും കൂടുതൽ PM ശ്രീ എതിർത്തിരുന്ന മുസ്ലിം ലീഗ് അടക്കമുള്ളവർ കൂടിക്കക്ഷികളായ ഒരു ഭരണസമിതിയാണ്. പക്ഷേ ലീഗ് കൂടി സമ്മതം നൽകിയാണ് ഇന്നലത്തെ UDF തീരുമാനത്തിലേക്ക് വന്നത്. ഇതിനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം. പക്ഷെ അപ്പോഴും UDFന്റെ വാദം, മുഖ്യമന്ത്രിയുടെ വാദം, ലീഗിൻ്റെ വാദം എന്ന് പറയുന്നത് ഇനിയിപ്പോൾ പിന്മാറാൻ സാധിക്കില്ല. കാരണം LDF ഇത് ഒപ്പിട്ട് കഴിഞ്ഞാൽ പിന്മാറാൻ പറ്റാത്ത വിധമുള്ള വ്യവസ്ഥകൾ ആ കരാറിലുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് മുന്നിൽ അടിയറവ് വെക്കുന്ന സമീപനമാണ് പലതും എന്നാണ് UDF സർക്കാരിൻ്റെ എന്ന വിമർശനമാണ് ഇപ്പോൾ LDF ഉന്നയിക്കുകയും മറ്റും ചെയ്യുന്നത്. UDF പ്രതിപക്ഷത്തിലിരിക്കെ PM ശ്രീക്കെതിരെ കടുത്ത നിലപാട് സ്വീകരിച്ച ലീഗ് നേതാക്കൾ നിലവിലെ തീരുമാനത്തോട് എങ്ങനെ പ്രതികരിക്കുമെന്നറിയാനാണ് LDF നേതൃത്വത്തിൻ്റെ കാത്തിരിപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രതികരണങ്ങളടക്കം പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താണ് ഇക്കാര്യത്തിൽ LDFന് വിശദീകരിക്കാനുള്ളത്? പലപ്പോഴും പല കാര്യങ്ങളും പറയുമ്പോഴൊക്കെ അതിനെ കൃത്യമായി തന്നെ മുഖ്യമന്ത്രി അടക്കം ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം കരാറിൽ ഒപ്പിട്ടത് LDF ഭരണകാലത്താണ്. അതിൽ നിന്ന് പിന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് മാത്രമല്ല, വലിയൊരു തുക സംസ്ഥാനത്തെ സ്കൂളുകളിലേക്ക് വരുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അത് വേണ്ട എന്ന് വെക്കാൻ സാധിക്കില്ല. വിദ്യാഭ്യാസത്തെ അത് പുറകോട്ടടിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതടക്കം വരും മണിക്കൂറുകളിലെ പ്രതികരണത്തിൽ എന്താകുമെന്നുള്ളത് കാത്തിരുന്ന് കാണണം. തൃശൂർ പന്നിത്തടത്ത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിച്ചുവെന്ന പരാതിയിൽ 4 പേർക്കെതിരെ കേസ്. ചിറമനേങ്ങാട് സ്വദേശികളായ ഷാഫി, ജാഫൻ, റാഫി മൊയ്തു എന്നിവർക്കെതിരെ എരുമപ്പെട്ടി പോലീസാണ് കേസെടുത്തത്. മഴുവഞ്ചേരി സ്വദേശികളായ 3 കുട്ടികളെയാണ് മർദ്ദിച്ചതായി പരാതി വന്നിരിക്കുന്നത്. ഇതിൻ്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. ദഫ്മുട്ട് പരിശീലനത്തിനെത്തിയ കുട്ടികളിൽ ഒരാളുമായി ഉണ്ടായ തർക്കമാണ് ഇത്തരം സംഘർഷത്തിൽ കലാശിച്ചത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും കേസുണ്ട്, അന്വേഷണമുണ്ട്. പോലീസ് ഈ വിഷയം ഗൗരവമായി എടുത്തിട്ടുമുണ്ട്. ദഫ് എടുത്തോണ്ടിരിക്കുമ്പോൾ ഒരിക്ക വന്നിട്ട് ദഫിൻ്റെ ഇടയിൽ ഒന്ന് നോക്കുന്നുണ്ടായി. പിന്നെ മൈൻഡാക്കാണ് ദഫ് എടുത്ത് തുടങ്ങി. ദഫ് എടുത്തിട്ട് പിന്നെ ഇക്ക ക്യാമറ ഇല്ലാത്ത റൂമിൽ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് വിളിച്ച് എൻ്റെ കഴുത്തി പിടിക്കുക, തെറി വിളിക്കുകയും പിന്നെ മുഖത്ത് കടിക്കുക, അങ്ങനെ കുറേ കാര്യം ഉണ്ടായി. മുഖത്ത് കടിച്ചു, ചെറിയ കടിച്ചു, തെറി വിളിക്കുകയൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞാൽ വീണ്ടും റൂമിലേക്ക് വന്നതിന് ശേഷം വീണ്ടും പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഉണ്ട് അയക്കാടെ നിൽക്കണ്. അപ്പം ഞാൻ ചോദിച്ചു എന്തിനൊക്കെ അടിച്ച്, ആ ചെക്കനടുത്ത് ചോദിച്ചു എന്താ സംഭവം ഉണ്ടായിന്ന് പറഞ്ഞ്. അപ്പം ഇതിനെ അയക്ക തെറി വിളിച്ചിട്ട് എൻ്റെ മുഖത്തേക്ക് അടിച്ച്, പിന്നെ കഴുത്തി പിടിച്ചിട്ട് എടുത്ത് താഴ്ത്തിയിട്ട് പിന്നെ തെരുവിൽ പിന്നെ ആകനെ അടിച്ചു. പിന്നെ ഞാൻ വീണ്ടും തിരിഞ്ഞ് ബാക്കിലേക്ക് പോകുമ്പോൾ ഓടിയുണ്ട് വീണ്ടും തലയുടെ ബാക്കിൽ അടിച്ചു. അപ്പം ഇത് കണ്ടിട്ട് എൻ്റെ ഇക്കാമാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു നോക്കുമ്പോൾ ഇക്കാമാരിന് വെറുതെ അടിച്ച്, ഇക്കാമാരുടെ തലയ്ക്ക് കല്ലെടുത്തിട്ട് കുത്തി ആകനെ പ്രശ്നമായി. പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കറുത്ത വടിയായിട്ട് കമ്പി പോലെ സാധനമായിട്ട് ഇവരുടെ കൈയൊക്കെ അടിച്ച് കൈയൊക്കെ എല്ലാം ഒടിഞ്ഞ്. പിന്നെ ആള് എല്ലാവരും വെറുതെ അടിക്കുക, ഒരു മാനസികം പിടിച്ച പോലെ കഴുത്തൊക്കെ പിടിച്ച നിരക്കുണ്ടായിരുന്നു. പിന്നെ എന്നെ പുല്ലില്ലാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് എന്നെ അടിച്ച്. ഇവരെന്നെ അടിക്കുന്ന അതിൽ കറക്റ്റ് കാണിക്കുന്നുണ്ട്. അവര് ഷാഫി, റാഫി, ജാഫർ, പിന്നെ മൊയ്തൂൻ, അവര് പറഞ്ഞ 4 ആളുണ്ടായിരുന്നു. ഇവരെ മക്കളും ഉപ്പയും കൂട്ടാൻ എല്ലാവരും കൂടി ഞങ്ങൾ അടിക്കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ അടിച്ചിട്ട് ആകനെ ഇതാക്കി. കോഴിക്കോട്ട് CPM നേതാവ്
സ്കൂൾ പ്രധാന അധ്യാപകനെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വർഗീയവാദി എന്ന് പരാമർശത്തിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. CPM കാരശ്ശേരി നോർത്ത് ലോക്കൽ സെക്രട്ടറിയും കാരശ്ശേരി പഞ്ചായത്ത് ആസൂത്രണ സമിതി അംഗവുമായ കെ ശിവദാസിനെതിരെയാണ് ഈ പരാതി ഉയർന്നിരിക്കുന്നത്. കരമൂല കുമാരനെല്ലൂർ GLP സ്കൂളിലെ പ്രധാന അധ്യാപകനായ ജുമാൻ TKക്കെതിരെയാണ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. വർഗീയ പരാമർശത്തിൽ പ്രതിഷേധിച്ച് അധ്യാപകർ PTA കമ്മിറ്റിയും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനും പരാതി നൽകിയിട്ടുണ്ട്. കാരശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി കാരമൂലയിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. വിഷയം ചർച്ച ചെയ്യാൻ ഇന്ന് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഈ പഞ്ചായത്തിന്റെ ആസൂത്രണ സമിതി അംഗവുമായിട്ടുള്ള വ്യക്തി വർഗീയ പരാമർശം നടത്തി ഫേസ്ബുക്കിലൂടെ. അതിനെതിരെ വ്യാപകമായിട്ട് പല പ്രതിഷേധങ്ങളും ഉണ്ടായി. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള സ്കൂളിലെ PTA-യും അവിടെയുള്ള അധ്യാപകരും MPT അടക്കമുള്ള നാട്ടുകാരൊക്കെ ഒപ്പിട്ടുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഈ പരാമർശം പിൻവലിക്കണം, അദ്ദേഹം മാപ്പ് പറയണമെന്ന്. കോഴിക്കോട് മലയോര മേഖലകളിൽ മോഷണം പെരുകുന്നു. ചെറിയ പള്ളികളെയും വീടുകളെയും ലക്ഷ്യമിട്ടാണ് മോഷണം. കൂടരഞ്ഞി കോലോത്തും കടവ് ഖബർസ്ഥാൻ പള്ളിയിൽ നിന്നും ഇൻവേർട്ടറിന്റെ ബാറ്ററി മോഷ്ടിച്ചതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ CCTV-യിൽ പതിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ മോഷ്ടാവ് ആരാണ് എന്ന കാര്യത്തിലാണ് ഇപ്പോഴും സംശയമുള്ളത്. മുക്കം ഭാഗത്തെ മുസ്ലിം പള്ളികളിലും സമാന രീതിയിൽ മോഷണങ്ങൾ പതിവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തെച്ചിയാട്, കല്ലുരുട്ടി, മുക്കം, ചെറുവാടി, തെനങ്ങപ്പറമ്പ് എന്നിവിടങ്ങളിൽ നിന്നൊക്കെ ബാറ്ററികൾ മോഷണം പോയിട്ടുണ്ട്. മലയോര മേഖലയിൽ രാത്രികാല പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നത്. പാലക്കാട് കല്ലേകുളങ്ങരയിലും മോഷണം. വീടുകളുടെ പൂട്ട് തകർത്താണ് മോഷണം ഉണ്ടായത്. മോഷണ ശ്രമത്തിനിടെ പോലീസ് എത്തിയെങ്കിലും കള്ളൻ ഓടി രക്ഷപ്പെട്ടു. മോഷണ ശ്രമത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായിട്ടില്ല എന്നാണ് പോലീസ്, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഒക്കെ നിഗമനം. ഏതായാലും നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. വളരെ കൃത്യമായി തന്നെ മോഷ്ടാവിൻ്റെ ദൃശ്യങ്ങളുണ്ട്. പക്ഷേ ആരാണ് എന്നത് സംബന്ധിച്ചുള്ള സൂചനകൾ ഇതുവരെ ലഭ്യമായിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളുമായി തിരിച്ചെത്താം. ഗസയിൽ ബോർഡ് ഓഫ് പീസ് പദ്ധതി അംഗീകരിച്ച് ഹമാസ്. പൂർണ്ണമായും നിരായുധീകരണത്തിന് ഹമാസ് സമ്മതിച്ചു. ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായാൽ ഇസ്രായേൽ പിൻവാങ്ങുമെന്നാണ് ബോർഡ് ഓഫ് പീസ് കരാറിലുള്ളത്. ഇക്കാര്യത്തിൽ ഇസ്രായേലിന്റെ പ്രതികരണമാണ് ഇനി നിർണായകം. പുതിയ അതോറിറ്റിക്ക് കീഴിൽ പാലസ്തീനെ കൊണ്ടുവരുമെന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. VR കാർത്തിക് വിവരങ്ങളുമായി ചേരും. കാർത്തിക്, വലിയ ഒത്തിരി ദിവസങ്ങളായി അല്ലെങ്കിൽ മാസങ്ങളായി വർഷങ്ങളായി ഉള്ള സമാധാന ശ്രമമാണ്. അമേരിക്ക ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഹമാസ് ഏറ്റവും ഒടുവിൽ സമ്മതിച്ചിരിക്കുന്നു. ഇതോടുകൂടി ആ മേഖലയിലെ സംഘർഷത്തിന് വിരാമമാകുമെന്ന് കരുതാമോ? ചരിത്രപരമായ ഒരു തീരുമാനം ഹമാസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നു. അതാണ് ഏറ്റവും ശ്രദ്ധേയം. 6 മാസം മുൻപാണ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ അമേരിക്ക മുൻകൈയെടുത്ത് ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത്. ഇസ്രായേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിക്കുന്നതിനാണ് പ്രധാനമായും ആ ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചത്. ഒരു 20 ദിന പദ്ധതിക്കും അന്ന് ബോർഡ് ഓഫ് പീസ് രൂപം നൽകിയിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ, രണ്ടാം ഘട്ടത്തിൽ നിരായുധീകരണം, മൂന്നാം ഘട്ടത്തിൽ പാലസ്തീന് പുതിയ ഭരണസമിതി, നാലാം ഘട്ടത്തിൽ തകർന്ന ഗസയെ പുനർനിർമ്മിക്കാനുള്ള പദ്ധതി. ഇങ്ങനെ വിവിധ ഘട്ടങ്ങളായിരുന്നു ആ 20 ദിന പദ്ധതികൾ ഉള്ളത്. അതിൽ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നില്ല. 6 മാസം മുൻപാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് എങ്കിൽ കൂടിയും ഈ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാം ഘട്ടമായിരുന്നു നിരായുധീകരണം. മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ, അതായത് മാസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇപ്പോൾ ഹമാസ് നിരായുധീകരണത്തിന് സമ്മതിച്ചിരിക്കുന്നു എന്നതാണ് നിർണായകമായി പുറത്തുവരുന്ന വിവരം. ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നു. ഒപ്പം BBC-യും ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രധാനമായും മീഡിയേറ്റേഴ്സിനെയാണ് ഹമാസ് ഈ തീരുമാനം അറിയിച്ചത്. ഇത്തരത്തിൽ നിരായുധീകരണത്തിന് തയ്യാറാണ് എന്ന തീരുമാനം ഹമാസ് അറിയിച്ചത്. അതിന് പിന്നാലെ ട്രംപിൻ്റെ ട്വീറ്റും വന്നു. പ്രത്യേകിച്ച് ഈജിപ്ത്, തുർക്കി അടക്കമുള്ള രാജ്യങ്ങൾക്ക് ഇതിന് മധ്യസ്ഥത വഹിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ ഇക്കാര്യം പോസ്റ്റ് ചെയ്തതും. എന്തായാലും നിർണായകമായൊരു ഘട്ടമാണ് ഇതിൽ നിരായുധീകരണം. കാരണം ഹമാസിൻ്റെ പക്കലുള്ള ആയുധങ്ങളുടെ കണക്കെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ നടത്തേണ്ടത്. അത് 14 ദിവസത്തിനുള്ളിൽ ആയുധങ്ങളുടെ കണക്ക് തയ്യാറാക്കണം. വിവിധ പാലസ്തീൻ വിഭാഗങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി
ഒരു ദേശീയ സമിതി രൂപീകരിക്കും. ആ സമിതിയാവും ഈ ആയുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇനി അവർക്കായിരിക്കും അധികാരം. മാത്രമല്ല ഇതിൽ നിർണായകമായൊരു കാര്യം എന്ന് പറയുന്നത് ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായാൽ, അതായത് അവരുടെ പക്കലുള്ള ആയുധങ്ങൾ ഹമാസും അവരെ പിന്തുണയ്ക്കുന്നവരും നിരായുധീകരണത്തിന് തയ്യാറായി ആയുധങ്ങളുടെ കണക്കും അതടക്കം വ്യക്തമാക്കുമ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്നും നടപടി ഉണ്ടാകണം. ഇസ്രയേലിൻ്റെ ഭാഗത്ത് നിന്ന് ഘട്ടം ഘട്ടമായി ഇസ്രയേൽ ഗസയിൽ അധീനതയിൽ വച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് അവർ പിന്മാറേണ്ടതുണ്ട്. അതാണ് ഈ കരാറിലെ ഈ ഘട്ടത്തിലെ ഒരു സുപ്രധാന വ്യവസ്ഥ. എന്തായാലും ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറായിരിക്കുന്നു. ഇനി ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നാണ് പ്രതികരണം വരേണ്ടത്. നേരത്തെയുള്ള ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ചപ്പോഴുള്ള 20 ദിന പദ്ധതി അനുസരിച്ച് ഹമാസ് നിരായുധീകരണത്തിന് തയ്യാറാകുമ്പോൾ ഗസയിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിൻവാങ്ങാൻ ഇസ്രയേൽ സൈന്യം തയ്യാറാകുമോ എന്നതാണ് നിർണായകം. ഇസ്രയേലിൻ്റെ പ്രതികരണം വരേണ്ടതുണ്ട്. എന്തായാലും ബോർഡ് ഓഫ് പീസ് രൂപീകരിച്ച 20 ദിന പദ്ധതിയിൽ ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിന് ശേഷമുള്ള ഒരു നിർണായക നാഴികക്കല്ലായി ഹമാസിന്റെ ഈ തീരുമാനത്തെ വിലയിരുത്താൻ രഞ്ജിത്ത്. ശരി കാർത്തിക്. മറ്റൊരു വാർത്ത, അന്താരാഷ്ട്ര കപ്പൽ പാസ് സുരക്ഷിതമാക്കാൻ നാവിക പ്രതിരോധ സഖ്യത്തിന് സൗദി അറേബ്യ. സഖ്യനീക്കത്തിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഭീഷണി അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ നീക്കം. ഖേഷം ദ്വീപിൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിൽ അമേരിക്ക കനത്ത വില നൽകേണ്ടി വരുമെന്ന ഭീഷണി ഇറാൻ മുഴക്കിയ പശ്ചാത്തലമുണ്ട്. അതേസമയം ജോർദാനിലെയും കുവൈറ്റിലെയും US കേന്ദ്രങ്ങൾ ആക്രമണത്തിൽ തകർത്തതായി അല്പം മുമ്പ് ഇറാൻ അവകാശപ്പെട്ടതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. VR കാർത്തിക് ചേരുന്നു. കാർത്തിക്, ഒരു തരത്തിലും ഈ ഹോർമുസുമായി ബന്ധപ്പെട്ടുള്ള ഈ നീക്കം, അന്താരാഷ്ട്ര കപ്പൽ പാത സുരക്ഷിതമാക്കുന്ന നീക്കം ഇറാൻ സമ്മതിക്കാനുള്ള സാധ്യതയില്ല. കാരണം പൂർണ്ണമായും ഹോർമുസ് അടക്കം തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്ന് ആവർത്തിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇറാൻ. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സൗദിയുടെ പുതിയ നീക്കം എന്താണ്? ഹോർമുസ് തന്നെയാണ് ഈ യുദ്ധത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ ഇടമായി മാറിയത്. അമേരിക്ക ഈ യുദ്ധം ഫെബ്രുവരി 28-ന് ആരംഭിക്കുമ്പോൾ മുതൽ തുടർന്നുള്ള ഇങ്ങോട്ടുള്ള 5 മാസവും ഹോർമുസ് ആയിരുന്നു ഇറാന്റെ പക്കലുള്ള തുറുപ്പുചീട്ട്. നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ യുദ്ധം പുനരാരംഭിക്കാൻ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഈ യുദ്ധം പുനരാരംഭിക്കാനുള്ള കാരണവും ഹോർമുസ് തന്നെയാണ്. അതായത് ഹോർമുസിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും തങ്ങളുടെ അധീനതയിൽ വേണം എന്ന് ഇറാൻ എല്ലാ ഘട്ടത്തിലും ഉറപ്പിക്കുന്നു. എന്നാൽ അമേരിക്കയാകട്ടെ സമാന്തര ശ്രമങ്ങൾ സജീവമായി നടത്തുന്നു. അതായത് ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ഹോർമുസിൻ്റെ നിയന്ത്രണത്തിന് ഒരു പ്രത്യേക സമിതി രൂപീകരിച്ചുകൊണ്ടുള്ളൊരു നീക്കമായിരുന്നു നടത്തിയത്. പക്ഷേ ആ നീക്കങ്ങളൊന്നും ഈ ഘട്ടം വരെയും ഫലം കാണുന്നില്ല. ആ പശ്ചാത്തലത്തിലാണ് സൗദി ഇപ്പോൾ നടത്തുന്ന ഈ നിർണായകമായ പുതിയ കരാറിനെ കാണാൻ, അതായത് 43 രാജ്യങ്ങളുടെയും യൂറോപ്യൻ യൂണിയൻ്റെ പ്രതിനിധികളുടെയും ക്ഷണിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നു. ആ യോഗത്തിൽ ഇത്തരത്തിൽ അന്താരാഷ്ട്ര ജലപാതയിലൂടെയുള്ള കപ്പൽ ഗതാഗതം സുഗമമാക്കാൻ നാവിക പ്രതിരോധ സഖ്യത്തിന് സൗദി രൂപം നൽകിയിരിക്കുന്നു. ഇതിൽ 14 രാജ്യങ്ങൾ ഒപ്പുവെച്ചു എന്നതാണ് ഏറ്റവും നിർണായകം. ഹോർമുസ് കടലിടുക്കിൽ ഇറാന്റെ ഭീഷണി അനുദിനം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് സൗദിയുടെ ഭാഗത്ത് നിന്ന് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നതും ഏറ്റവും ശ്രദ്ധേയമാണ്. തുർക്കി, കുവൈറ്റ്, ബഹ്റൈൻ, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഈ നിർണായകമായ ഈ ധാരണയിൽ ഒപ്പുവെച്ചിട്ടുണ്ട് ഇതിനോടകം. എന്നാൽ സമാനമായ ഭീഷണി നേരിടുന്ന ഒമാൻ അടക്കമുള്ള രാജ്യങ്ങൾ ഒപ്പുവച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും ബാബൽ മന്ദബ് കടലിടുക്ക്, ചെങ്കടൽ, ഏദൻ ഉൾക്കടൽ എന്നിവിടങ്ങളിലുള്ള ചരക്ക് ഗതാഗതം സുരക്ഷിതമാക്കാനുള്ള നിർദ്ദേശത്തിൻ്റെ ഭാഗമായാണ് സൗദിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു മൾട്ടിനാഷണൽ മാരിടൈം ഡിഫൻസ് അലയൻസ്, അതായത് നാവിക പ്രതിരോധ സഖ്യത്തിന് രൂപം നൽകിയിരിക്കുന്നത്. സൗദിയുടെ പ്രതിരോധ മന്ത്രാലയം തന്നെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ വിപുലമായ ചർച്ചകൾ ഇനിയും നടക്കുമെന്നും കൂടുതൽ രാജ്യങ്ങൾ ഇതിൽ ഒപ്പിടുമെന്നുമാണ് സൗദി പറയുന്നത്. എന്തായാലും ഒരു ഇടവേളയ്ക്ക് ശേഷം ഇന്നലെ മുതൽ US-ഉം അമേരിക്കയുടെ എന്തായാലും പിന്തുണ കൂടി സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകണം. കഴിഞ്ഞ ദിവസമാണ് 2 ദിവസം മുമ്പാണ് സൗദി കൂടി യുദ്ധത്തിൻ്റെ ഭാഗമാകുന്നത്. സൗദിയും അമേരിക്കയും സംയുക്തമായാണ് ഇറാഖിലെ പല കേന്ദ്രങ്ങളും, ഇറാൻ്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന പല ഭീകര കേന്ദ്രങ്ങളും ആക്രമിക്കുകയും മറ്റും ചെയ്തത്. ഒപ്പം ഇറാനിൽ ഇന്നലെ ആക്രമണം നടന്നിരുന്നു. ഖേഷം ദ്വീപിലുണ്ടായ ആക്രമണത്തിൽ കൊച്ചുകുട്ടി അടക്കം 3 പേർ മരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിന് വലിയ തോതിലുള്ള മറുപടി ഇറാൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അതായത് കൃത്യമായ പ്രതികാരം ചെയ്യുമെന്നും അതുമാത്രമല്ല വലിയ വില, കനത്ത വില അമേരിക്ക നൽകേണ്ടി വരുമെന്നുമാണ് ഭീഷണി. ഈ കാർത്തിക്, ജോർദാനിലും മറ്റും നടത്തിയ ആക്രമണം, കുവൈറ്റിലും മറ്റും നടത്തിയ ആക്രമണം അത് തുടരുന്നുണ്ട്. ജോർദാനും കുവൈറ്റും മറ്റും ഇത് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും പക്ഷേ അപ്പോഴും വലിയ നാശനഷ്ടങ്ങൾ ഈ മേഖലയിൽ സംഭവിച്ചു എന്നാണ് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. രഞ്ജിത്ത്, പുറത്തുവരുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് ജോർദാനിലെ അസ്രാഖ് മിലിറ്ററി ബേസിൽ
ഇറാൻ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ കുവൈറ്റിലെ അലി അൽ സലാം എയർബേസിലും ഈ രണ്ടിടത്തുമാണ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരിക്കുന്നത്. IRGC തന്നെയാണ് ഇക്കാര്യം അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വരേണ്ടതുണ്ട്. എങ്കിൽ കൂടിയും 5 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം US-ഉം ഇറാനും കഴിഞ്ഞ ദിവസമാണ് പരസ്പരം പ്രത്യാക്രമണം ശക്തമാക്കിയത്. ഇന്നലെ രാവിലെ 2 മണിക്കൂറോളം US നടത്തിയ വ്യോമാക്രമണത്തിൽ തെക്കൻ ഇറാൻ്റെ വിവിധ മേഖലകളിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കുടുംബത്തിലെ 3 പേർ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. തിരിച്ച് പ്രത്യാക്രമണത്തിൽ കുവൈറ്റിൽ ഒരു തൊഴിലാളി മരിക്കുന്ന സാഹചര്യമുണ്ടായി. ചൈനീസ് കമ്പനിയുടെ കെട്ടിടമടക്കം തകർന്നു. വലിയ നാശനഷ്ടങ്ങളുണ്ടായി. അങ്ങനെ പശ്ചിമേഷ്യയിൽ കൂടുതൽ മേഖലകളിലേക്ക് ഈ ഭീതി വ്യാപകമാകുന്നു. അതായത് ഒരു യുദ്ധഭീതി വ്യാപകമാകുന്നു. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇതിനെ കാണാൻ. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ, സൗദി അടക്കമുള്ള രാജ്യങ്ങൾ സമാന്തരമായി നടത്തുന്ന പുതിയ നീക്കങ്ങൾ, ആ നീക്കങ്ങൾ ഇത്തരത്തിൽ നാവിക പ്രതിരോധ സഖ്യം രൂപീകരിച്ചുകൊണ്ടുള്ള പുതിയ നീക്കങ്ങൾ, അതിനെയും പുതിയ സാഹചര്യത്തിൽ വേണം വിലയിരുത്താൻ. അതായത് ഹൂതികളടക്കം നേരത്തെ സൗദി അറേബ്യയെ വെല്ലുവിളിച്ച് രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായി. ബാബൽ മന്ദബിലടക്കം നാവിക ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണി അവർ മുഴക്കി. ആ പശ്ചാത്തലത്തിൽ കൂടി വേണം നിലവിലെ സാഹചര്യങ്ങളെ കാണാൻ. എന്തായാലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണങ്ങൾക്ക് ശക്തമായ മറുപടി നൽകും എന്ന് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നു. അതിന് പിന്നാലെ IRGC ഇത്തരത്തിൽ ജോർദാനിലും കുവൈറ്റിലും ആക്രമണം നടത്തി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിരിക്കുന്നു. ശരി, കാർത്തിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത്. മലയാളിക്ക് പ്രിയപ്പെട്ട ക്ഷേത്രങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ അക്കൂട്ടത്തിൽ ആരും മറക്കാത്ത, അല്ലെങ്കിൽ എല്ലാവരും ഓർക്കുന്ന, എല്ലാവരും പറയുന്ന ഒരു ക്ഷേത്രമായിരിക്കും മധുര മീനാക്ഷി ക്ഷേത്രം. നമുക്കറിയാം, കേരളത്തിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ മധുര മീനാക്ഷി ക്ഷേത്രം കാണാനായി പോകാറുണ്ട്. മധുരയിലേക്ക് പോവുക എന്നുള്ളത് വിശ്വാസികൾക്കൊരു സംതൃപ്തിയാണ്. തമിഴ്നാട്ടിലെ ഈ ക്ഷേത്രം വാർത്തകളിൽ ഇപ്പോൾ വീണ്ടും നിറയുകയാണ്. അത് ഒരു ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാദർശികത. അടുത്തിടെ മീനാക്ഷി ക്ഷേത്രത്തിൻ്റെയും അഴകർ കോവിൽ ട്രസ്റ്റിൻ്റെയും ചില സ്വത്തുക്കൾ ഒരു സംഘം നിയമവിരുദ്ധമായി സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്തെടുക്കാൻ നടത്തിയ ശ്രമത്തോടെയാണ് ഇത്. എന്തായാലും സംഭവത്തിൽ ഗൗരവമായ അന്വേഷണം, സംഭവം പുറത്തു വരുന്നു, ഗൗരവമായ അന്വേഷണം ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഈ നടപടികൾ നടത്തിയവർക്കെതിരെ കേസടക്കം എടുത്തിട്ടുണ്ട്. രജിസ്ട്രാർ സസ്പെൻഡ് ചെയ്തു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഏതായാലും വിഷയത്തിൻ്റെ ഗൗരവം വർദ്ധിച്ചതനുസരിച്ച് നിയമ നടപടികളും അന്വേഷണവും കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നുണ്ട്. മധുര മീനാക്ഷി, മലയാളിക്ക് ആ പേര് അത്ര ദൈവികമാണ്. പരാശക്തിയായ പാർവതീദേവിയെ മീനാക്ഷിയായും പരമാത്മാവായ ശിവശങ്കരനെ സുന്ദരേശനായും ആരാധിക്കുന്ന അതിമനോഹരമായ ക്ഷേത്രം. 33,000-ഓളം ശില്പങ്ങളുള്ള പാർവതീദേവിക്ക് പരമശിവനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ദക്ഷിണേന്ത്യയിലെ അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്ന്. 17 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയം, 5 കവാടങ്ങൾ, 4 ഗോപുരങ്ങൾ. ചരിത്രവും പുരാണവുമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ മധുര മീനാക്ഷി ക്ഷേത്രം വാർത്തകളിൽ ഇടം പിടിക്കുന്നത് അവിടെ നടന്ന ഒരു തട്ടിപ്പ് നീക്കത്തിൻ്റെ പേരിലാണ്. മധുര മീനാക്ഷി ക്ഷേത്രത്തിൻ്റെയും അഴകർ കോവിലിൻ്റെയും പ്രവർത്തനങ്ങൾക്കായി രൂപീകരിച്ച ട്രസ്റ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള കുറച്ച് ഭൂമി നിയമവിരുദ്ധമായി സ്വകാര്യ വ്യക്തിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്താണ് തട്ടിപ്പിന് ശ്രമം നടന്നത്. തട്ടിപ്പ് തിരിച്ചറിഞ്ഞപ്പോൾ മുരപ്പനാട് വടമധുര സബ് രജിസ്ട്രാർ ഉൾപ്പെടെ 19 പേർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. മധുരയിൽ നിന്ന് 21 കിലോമീറ്റർ അകലെയുള്ള വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒന്നാണ് അഴകർ കോവിൽ. മഹാവിഷ്ണുവിൻ്റെ അവതാരമായ സുന്ദര രാജപെരുമാൾ എന്ന അഴകറാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. കേരളത്തിൽ നിന്ന് പോകുന്ന തീർത്ഥാടകരിൽ പലരും ഇവിടെയും സന്ദർശനം നടത്താറുണ്ട്. മീനാക്ഷിയമ്മൻ ക്ഷേത്രത്തിൻ്റെയും അഴകർ കോവിലിൻ്റെയും പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകാൻ 1930 മുതൽ പുതുക്കോട്ട രാജകുമാരൻ ദക്ഷിണാമൂർത്തി ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു. ഈ ട്രസ്റ്റാണ് ഇരു ക്ഷേത്രങ്ങളിലെയും ധർമ്മപ്രവർത്തനങ്ങൾ നടത്തിവരുന്നത്. ഇതിനിടയിലാണ് ചില ക്രമക്കേടുകൾ നടന്നതായി റിപ്പോർട്ടുകൾ ഉയർന്നത്. തുടർന്ന് നടന്ന പരിശോധനയിൽ മധുരയിൽ നിന്ന് അഴകർ കോവിലിലേക്ക് പോകുന്ന റോഡിലുള്ള അശോകവിലാസം ബംഗ്ലാവും തോട്ടവും ഹക്കീം അജ്മൽ ഖാൻ റോഡിലെ സ്ഥലവുമായി ബന്ധപ്പെട്ട രേഖകളിൽ ചില ക്രമക്കേടുകൾ കണ്ടെത്തി.
2016 മധുരൈ നോർത്ത് തഹസിൽദാർ ഈ സ്വത്തുക്കൾക്ക് 9 പേരുടെ പേരിൽ പട്ടയം നൽകിയെന്നതാണ് പ്രധാന ആരോപണം. തുടർന്ന് ഇതിനു പിന്നിൽ പ്രവർത്തിച്ച വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്തു. തഹസിൽദാർക്കെതിരെ വകുപ്പുതല നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ വിഭാഗത്തിന്റെ അന്വേഷണം നടന്നുവരികയാണ്. പട്ടയങ്ങൾ റദ്ദാക്കിയ RDO ഭൂമി തിരികെ ക്ഷേത്രത്തിന്റെ പേരിലേക്ക് മാറ്റാൻ ഉത്തരവിട്ടു. ഇതിനെതിരെ നേരത്തെ വഴിവിട്ട രീതിയിൽ പട്ടയം നേടിയ ചിലർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ച് 2021 മാർച്ച് 22 ഇടക്കാല സ്റ്റേ സ്വന്തമാക്കി. ഇടക്കാല സ്റ്റേ ഉണ്ടെങ്കിലും ഭൂമി പട്ടയം നേടിയവരുടെ പേരിൽ രജിസ്റ്റർ ചെയ്യരുതെന്ന് ഹിന്ദുമത ധർമ്മസ്ഥാപന വകുപ്പ് മധുരയിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു. മധുരയിൽ മാത്രമായിരുന്നു ഈ നിർദ്ദേശം നൽകിയിരുന്നത്. ഇത് മുതലെടുത്ത് തട്ടിപ്പുകാരിൽ ചിലർ റവന്യൂ ഉദ്യോഗസ്ഥരുമായി ഗൂഢാലോചന നടത്തി 2021 ഏപ്രിൽ 4 തിരുനെൽവേലിയിലെ മുരപ്പനാട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ഈ ഭൂമി രജിസ്റ്റർ ചെയ്തു. 60 കോടി രൂപയാണ് ഈ സ്ഥലത്തിന്റെ വിപണി മൂല്യമായി കണക്കാക്കുന്നത്. തമിഴ്നാട് സംസ്ഥാന ഹിന്ദു ധർമ്മസ്ഥാപന വകുപ്പ് ജോയിന്റ് കമ്മീഷണർ ചെല്ലദുരി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ക്രമക്കേട് നടത്തിയ മുരപ്പനാട് സബ് രജിസ്ട്രാർ അനന്തരാമൻ, വേടസുന്ദർ വടമധുരൈ സബ് രജിസ്ട്രാർ പ്രശാന്ത് ചന്ദനക്കറുപ്പൻ, മധുരൈ നോർത്ത് മുൻ തഹസിൽദാർ അൻപഴകൻ, PP കുളം മുൻ VAO അരശൻ എന്നിവരുൾപ്പെടെ പുതുക്കോട്ടെ, തഞ്ചാവൂർ, മധുരൈ ജില്ലകളിലെ സ്വകാര്യ വ്യക്തികളടക്കം 19 പേർക്കെതിരെ മധുരൈ സെൻട്രൽ ക്രൈംബ്രാഞ്ച് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അന്വേഷണം വേഗത്തിലാക്കണമെന്ന സർക്കാർ നിർദ്ദേശപ്രകാരം 2 സംഘങ്ങളായാണ് കേസ് പരിശോധിക്കുന്നത്. ന്യൂസ് 18 മധുരൈ. മുക്കം നഗരസഭയുടെ അനാസ്ഥയ്ക്കും അഴിമതിക്കുമെതിരെ മുക്കം മണ്ഡലം യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി മുക്കം നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി. ധർണാ സമരം DC ജനറൽ സെക്രട്ടറി MT അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. സംഭരിച്ച നെല്ലിന്റെ വില നൽകാൻ സഹകരണ ബാങ്കുകളെ ചുമതലപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് കേരള കർഷക സംഘം തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കുട്ടനാട് പോസ്റ്റ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. രാസവള വില വർധനവ് പിൻവലിക്കണമെന്നും ആവശ്യമുണ്ട്. കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം A. കൃഷ്ണകുമാർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. തൃത്താല ഏരിയ പ്രസിഡന്റ് KM ഷംസു അധ്യക്ഷനായി. ഏരിയ സെക്രട്ടറി PK ബാലചന്ദ്രൻ, ഏരിയ ട്രഷറർ PP രാജൻ എന്നിവർ സംസാരിച്ചു. പാലക്കാട് നിയന്ത്രണം വിട്ട കാറിടിച്ച് സ്കൂട്ടർ യാത്രക്കാരൻ മരിച്ചു. ആലത്തൂർ, മേലാർകോട്, ചേരാമംഗലം, കിളിയല്ലൂർ, കോരാപ്പറമ്പ് പ്രവിത നിവാസത്തിൽ പ്രദീപാണ് മരിച്ചത്. സംഭവത്തിൽ പ്രദീപിൻ്റെ ഭാര്യയ്ക്കും പരിക്കേറ്റു. അപകടത്തിൽപ്പെട്ട കാർ മറ്റു 2 ഇരുചക്ര വാഹനങ്ങളിൽ കൂടിയിടിച്ച് തെറിപ്പിക്കുകയുണ്ടായി. യാക്കരയ്ക്കടുത്ത് തങ്കം ആശുപത്രി ജംഗ്ഷന് സമീപമാണ് ഈ അപകടം ഉണ്ടായത്. കൺട്രോൾ പാനലിൽ എലി കയറിയതിനെ തുടർന്ന് ജനശതാബ്ദി ട്രെയിനിന്റെ യാത്ര തടസ്സപ്പെട്ടു. കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദിയിലാണ് സംഭവം. ചേർത്തലയിലും കൊല്ലം കഴിഞ്ഞും 2 തവണയാണ് എലിശല്യത്തിൽ യാത്ര തടസ്സപ്പെട്ടത്. കുഞ്ചൻ നമ്പ്യാരുടെ പാലക്കാട് കിള്ളിക്കുറിശി മംഗലത്തെ സ്മാരകത്തിന്റെ ആദ്യഘട്ട നവീകരണം പൂർത്തിയായി. 450 വർഷത്തിലേറെ പഴക്കമുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹത്തിന്റെ നവീകരണമാണ് പുരോഗമിക്കുന്നത്. മലയാളത്തിന്റെ മഹാകവി, തുള്ളലെന്ന ജനകീയ കലാരൂപത്തിന്റെ ഉപജ്ഞാതാവ്, സമൂഹത്തിലെ അനീതികളെയും അനാചാരങ്ങളെയും നർമ്മത്തിലൂടെ വിമർശിച്ച നവോത്ഥാന ചിന്തകൻ, ആ മഹാകവിയുടെ ഓർമ്മകൾ ഇന്നും ജീവിക്കുന്ന ഇടമാണ് പാലക്കാട് ലക്കിടി കിള്ളിക്കുറിശി മംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം. 450 വർഷത്തിലേറെ പഴക്കമുള്ള കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹ കെട്ടിടത്തിന്റെ നവീകരണമാണ് ആരംഭിച്ചത്. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും അടർന്നു വീഴാറായ ഭിത്തികളും ഉൾപ്പെടെ കെട്ടിടത്തിന്റെ വിവിധ ഭാഗങ്ങൾ സർക്കാർ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നവീകരിച്ചെന്ന് ഭരണസമിതി ചെയർമാൻ K. ജയദേവൻ. കഴിഞ്ഞ സർക്കാർ 1,96,80,000 രൂപയാണ് അനുവദിച്ചിരുന്നത്. അതിൻ്റെ ആദ്യ ഗഡു 20%, 39 ലക്ഷത്തോളം രൂപ
9,20,000 രൂപയാണ് ആദ്യ ഗഡു അനുവദിച്ചത്. അതിൻ്റെ നേരത്തെ ആ കെട്ടിടം കുറച്ച് ജീർണാവസ്ഥയിലായിരുന്നു, പഴുക്കോലും എല്ലാം ചതല് പിടിച്ചൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അത് എല്ലാം നവീകരിച്ച് ഇപ്പോൾ അതിൻ്റെ ഒരു ജീർണാവസ്ഥ പരിഹരിച്ചിട്ടുണ്ട്. പക്ഷേ ഇനിയും ഒരു 1.5 കോടിയോളം രൂപ കിട്ടാനുണ്ട്. പുതിയ സർക്കാർ അത് തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പുതിയ ഭരണസമിതിയൊക്കെ വരും. ഭരണസമിതി ആര് എന്നുള്ളതല്ലല്ലോ, അതൊരു പൊതു സ്ഥാപനമല്ലേ. അപ്പോൾ ആ ഒരു പണം കൂടി ലഭ്യമായാൽ അതിൻ്റെ നിലംപണി ഉൾപ്പെടെയുള്ള മറ്റു കാര്യങ്ങൾ കാര്യങ്ങളെല്ലാം ഒക്കെയാണ്. ആ പണം കിട്ടേണ്ടുന്ന ഒരു മുറയ്ക്ക് ഒരു 4-5 മാസം ഒക്കെ എടുത്താൽ ആ പണി കൂടി പൂർത്തിയാക്കാനാവും എന്നാണ് കരുതുന്നത്. ആദ്യഘട്ട അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ച് രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കുഞ്ചൻ നമ്പ്യാർ ജനിച്ച മുറിയും അദ്ദേഹം രൂപം നൽകിയ തുള്ളൽ കലാരൂപങ്ങളുടെ ചരിത്ര സ്മരണകളും ഇവിടെ സൂക്ഷ്മമായി സംരക്ഷിച്ചിരിക്കുന്നു. തുള്ളൽ, നൃത്തം, സംഗീതം തുടങ്ങിയ കലകൾ അഭ്യസിക്കാൻ അവധി ദിവസങ്ങളിൽ 100 കണക്കിന് വിദ്യാർത്ഥികളും ഇവിടെ എത്തുന്നു. ഇന്നത്തെ തലമുറ കുഞ്ചൻ നമ്പ്യാരെ കൂടുതൽ അറിയാനും പഠിക്കുന്നതിനും സ്മാരക കേന്ദ്രം സന്ദർശിക്കണം. മഹാകവിയുടെ ഓർമ്മകൾ പേറുന്ന ഈ ചരിത്ര സ്മാരകം സംരക്ഷിക്കുന്ന സർക്കാരിന്റെയും പൊതുസമൂഹത്തിന്റെയും പിന്തുണ അനിവാര്യമാണെന്നാണ് സ്മാരക ഭരണസമിതി ആവശ്യപ്പെടുന്നതും ആഗ്രഹിക്കുന്നതും. ന്യൂസ് 18 പാലക്കാട്. നമുക്കിനി ന്യൂസ് 8ന്റെ സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകാം. തൃശൂർ പൊന്നുകരയിലെ പ്രശോഭിന്റെയും അമൃതയുടെയും മകളായ നക്ഷത്രയുടെ 6ാം പിറന്നാളാണെന്ന്. നക്ഷത്രക്കുട്ടിക്ക് എല്ലാ ആശംസകളും നേരുന്നു ന്യൂസ് 8ന്റെ വക. ഒപ്പം ചേച്ചി നവമിയും അച്ചമ്മയും അച്ചാച്ചനും നക്ഷത്രയ്ക്ക് ആശംസകൾ നേരുന്നുണ്ട്. തൃശൂർ മനപ്പടിയിലെ ഷിജിന്റെയും മീജയുടെയും മകൻ അക്ഷറിന്റെ 1ാം പിറന്നാളും ഇന്നാണ്. അക്ഷർമോന് ആശംസകൾ അറിയിക്കുന്നത് ചേട്ടൻ അനശ്വർ, പിന്നെ അക്ഷറിന്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ. മണ്ണാർക്കാട്ടെ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ സൈദലവിയുടെ ജന്മദിനമാണെന്ന്. സൈദലവിക്ക് എല്ലാ ആശംസകളും നേരുന്നു. അപ്പോൾ നമുക്ക് രാവിലെ പൂർത്തിയാക്കാം. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം കൂടി ആശംസിക്കുകയാണ്. നമസ്കാരം.